കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്നാലും ടോട്ടല് കണക്ക് ശരിയാവുന്നില്ലേ? ആ ചുമ്മാ അല്ല, 2000 വരെ 200 എഴുതി വെച്ചാൽ മതിയാ. ഒരു പൂജ്യത്തിന്റെ പോക്കേ. പൂജ്യങ്ങളായിരുന്നു, പൂജ്യത്തിനാ വില. പിന്നല്ലാതെ ചായ. ഓ തലപ്രാന്തെടുത്തിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചാൽ ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ കറക്റ്റ് അത് കൊണ്ടുവരികയും ചെയ്തു. അതാണ് മനസ്സറിയുന്ന ഭാര്യ എന്നൊക്കെ പറയണത്. എന്താണ് കണക്കൊന്നും ശരിയാണല്ലേ? എല്ലാ ആഴ്ചയിലും ഓരോന്ന് വരയില്ലേ? അന്നുള്ള കണക്കുകൾ അന്ന് എഴുതിയിട്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതെല്ലാം കൂടെ തലയ്ക്ക് ഭാരമാണെന്നേ. ബാലേ, ഓ ഈ സൈറ്റിൽ ചെന്ന് തൊട്ടുനടവൊക്കെ നിൽക്കുമ്പോഴേ ഡെയിലി ശമ്പളം തരുന്നത് കൂടാതെ മാസാമാസം വല്ലതും കൂടെ തരണുണ്ടോ? തരണുണ്ടെന്നാ എത്ര അങ്ങനെയൊന്നുമില്ല, കമ്മീഷൻ ബേസിൽ വല്ലതൊക്കെ തരും. കള്ളം പറയല്ലേ, പറയാൻ പോയതാണ് വിഴുങ്ങിക്കളഞ്ഞ്. ഞാൻ എന്തിനാ പറഞ്ഞത്? എനിക്ക് കിട്ടണമെങ്കിൽ എവിടെയല്ലേ കൊണ്ടുവരണത്? അല്ലെങ്കിൽ എനിക്ക് എന്തോ ചിലവാക്കണത്? വരുമ്പോൾ ചായ കടിയോ എല്ലാം കഴിക്കും, അല്ല അത്ര തന്നെ. എനിക്കത് വേറെ ഭാര്യ മക്കളൊക്കെ ഇരിക്കണം കൊണ്ടുകൊടുക്കാൻ പറയാൻ പറ്റില്ല, നിങ്ങളുടെ സ്വഭാവമല്ലേ. ഒറ്റ ചവിട്ടടിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്റെ കൈ അവിടെ പോവോ അപ്പൊ ചവിട്ടാനും കൊണ്ട് വരുമ്പോ എന്തെങ്കിലും പറയുമ്പോ കാലും കൈ അടുത്ത ഒരു ചായ കുടിക്ക്, ആറിപ്പോവില്ലേ? എന്താ പരിപാടി? മകളെ ചായ ചൂടല്ലേ? ചൂട് തന്നെ, തണുപ്പിക്കാൻ തന്നെയാണ് ഈ ഗ്ലാസ്. ആണോ? ആ ഇവര് തണുപ്പിക്ക് തണുപ്പിക്ക്. ആ കൈ പൊള്ളല്ലേ? എന്റെ കൊച്ചു സ്വയം പര്യാപ്തി നേടിയട്ടാ. തുണി കഴിയുകയാണ്. തുണിയെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ട് അവിടെ നിന്ന് ബക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് സോപ്പ് പൊടി ഇട്ട് കുറെ വെള്ളം ഒഴിച്ചിട്ട് തുണി അതിന് മുക്കിയിട്ട് അലക്കലിനോട് വെച്ചിട്ടുണ്ട്. അമ്മ എനിക്ക് പിറുക്കാനും പാടില്ലേ? അയ്യോ, എന്റെ കൊച്ചു ഒറ്റയ്ക്ക് ചായ ആറ്റി കുടിക്കണ? ഇങ്ങതാ ഞാൻ ആറ്റി തരാം. എന്റെ അമ്മോ, ഇന്ന് കറുത്തവാണ്. എന്ത് അല്ല ഞാനൊരു തല നോക്കണം. പാറു, മേലിടണ്ടേ? കുളിക്കണ്ടേ? രാവിലെ മേല് കഴിയിട്ട് പോലും ഇല്ല. വാ ചേച്ചി കുളിപ്പിക്കട്ടെ. കൊച്ചു തല കലപ്പിയാണ് കേട്ടാ. എന്തിനു പോക്കത്? അത് വല്ലാതെ മാറിപ്പോയിട്ടാ. എന്റെ സ്വഭാവമാണ്, കലിപ്പ് തുടങ്ങിയ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇതൊക്കെ വലുതാവുമ്പോ എന്തൊക്കെയാവോ എന്തോ. എന്തായാലും അവളെ അമ്മയ്ക്ക് ഒരു മെഗാ പണിയായിരിക്കും. ഞങ്ങളെ കുറെ നാളിട്ട് ഉരുട്ടിയതല്ലേ, അനുഭവിച്ചോ. അവള് വലുതാവുമ്പോ മിടിക്കായിരിക്കും. ഇപ്പോഴും മിടിക്കുക തന്നെയാ. അവക്ക് നോട്ടം മൊത്തം തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞത്, ഈ വീട്ടിൽ എല്ലാവർക്കും ഒരേ ഒരു ശത്രു ലച്ചു മാത്രമേ ഉള്ളൂ. അച്ഛാ അമ്മ ഇതാ നോക്കിക്കേ. എന്താണ് നോക്ക്. ഓഹോ, ഇതാരത്? എന്തിനൊക്കെ നമ്മള് കുളിക്കാൻ പോണാ? കുളിക്കാൻ പോവാ കേട്ടോ. പോയിട്ടുണ്ട്. ദൈവമേ, വൃത്തിക്ക് കുളിക്കുമോ എന്തോ? സോപ്പൊക്കെ തേക്കോ ആവോ? അതാ ലച്ചുനെ പോലെ കാക്ക കുളി വിളിക്കൂ. എന്തായാലും അവളിപ്പോ സ്വയം കുളിയിൽ വരെ എത്തിയല്ലോ. ഇനി അവളെ കാര്യം അവള് നോക്കിക്കോളൂ, നമ്മളൊന്നും നോക്കാൻ നിൽക്കട്ടെ.